ഞണ്ട് കറി വെക്കാൻ വേണ്ടി ഇതിനെങ്ങനെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യാമെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. ആദ്യം തന്നെ നന്നായി വാഷ് ചെയ്ത ശേഷം ഇതിൻ്റെ കാലുകളൊക്കെ ഒന്ന് മുറിച്ചെടുക്കുക. അതായത് ഇറച്ചിയില്ലാത്ത കാലിൻ്റെ ഭാഗങ്ങൾ മാത്രം ആദ്യം കട്ട് ചെയ്യുക. അത് നമുക്ക് ആവശ്യമില്ലാത്ത പാർട്സാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. വലുതും ചെറുതുമായ ഇറച്ചിയില്ലാത്ത എല്ലാ ഭാഗങ്ങളും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു വി ഷേപ്പ് കണ്ടോ, ഈ ഷേപ്പിനെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിനെ വലിച്ചെടുക്കുക. ഇതുപോലെ പിടിച്ച് കുറച്ച് ശക്തിയിൽ വലിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ തോടോടുകൂടി അത് പൊരിഞ്ഞ് വരും കണ്ടോ. ഇനി ഇതിനെ മാറ്റി വെക്കാം, അത് നമുക്ക് ആവശ്യമില്ല. ഇനി ഈ വേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് മാറ്റി കൊടുക്കാം. ചില ആൾക്കാർ ഇതിൻ്റെ തോടുകൂടി കറിയിലോട്ട് ഇടുന്നുണ്ട് കുറച്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ വേസ്റ്റ്, ഈ ഗ്രേ ആയിട്ടുള്ളതും ഇതുപോലെയുള്ള വേസ്റ്റുകളൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി കളയുക. ഇതിനകത്തുള്ള വെള്ള പാർട്ട് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ ഇറച്ചിയായിട്ട് വരുന്നുള്ളത്. നന്നായി കഴുകിയ ശേഷം ഇതിൻ്റെ കാലുകൾ കൂടി, ഈ കാലുകളിലൊക്കെ ഇറച്ചിയുള്ള പാർട്സാണ്, അതുകൊണ്ട് തന്നെ ഈ കാലുകളൊക്കെ നമുക്ക് കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശക്തിയിൽ പൊട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കാലുകളൊക്കെ നമുക്ക് ശക്തിയിൽ പൊട്ടിച്ചെടുക്കാം. സ്ട്രോങ് ആയിട്ടുള്ള കത്രികയാണെങ്കിൽ അതും യൂസ് ചെയ്യാം. പിന്നെ പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കൂടെ ഇറച്ചി വരുന്നുണ്ടെങ്കിൽ അത് കളയാതെ സൂക്ഷിക്കുക. അത് നമുക്ക് പിന്നീട് കറിയിലേക്ക് ഇടാനുള്ളതാണ്. ഇതുപോലെ ശക്തിയിൽ പൊട്ടിച്ചെടുക്കാം നമുക്ക് ഓരോ കാലുകളായി. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഇതിനകത്തൊക്കെ ഫ്ലഷ് ഉണ്ട്. ഇപ്പോൾ എല്ലാം ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കാലുകളും ഈ ഫ്ലഷുള്ള എല്ലാ പാർട്സും നമ്മൾ എടുത്ത് വേറെ തന്നെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ കുനിക്കണം. ഈ കാലുകളും ഈ ഇറച്ചിയുള്ള ഈ കോലുകൾ മാത്രമായിട്ട് ഇതുപോലെ കുനിച്ചെടുക്കണം. ഈ കുനിക്കുമ്പോൾ ഇറച്ചികൾ, സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചികളൊക്കെ പുറത്തോട്ട് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഇങ്ങനെ പൊട്ടിച്ചാൽ മാത്രമേ നമുക്ക് കറിയായി കഴിഞ്ഞാൽ അതിനുള്ള അകത്തുള്ള ഫ്ലഷ് വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. കറി ആയി കഴിഞ്ഞാൽ ഈ കാലിനകത്തുള്ള ഫ്ലഷ് ആയിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നുന്നു. വീഡിയോ അപ്പോൾ ഹെൽപ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്